പൂഞ്ഞാർ കേശവനെതിരെ ചക്കരപ്പെണ്ണ് സ്ഥാനാർത്ഥിയാകൂ. എന്താണ് ചക്കരപ്പെണ്ണെ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്? ഈ തലക്കെട്ട് കണ്ട് ചിലരെങ്കിലും അയ്യേ ചക്കരപ്പെണ്ണോ എന്ന് ചോദിച്ചേക്കാം. എന്താ പറ്റില്ലേ? ഇത്രയും മലബലാദിയും കാര്യം കാണുവാൻ ആരെയും അപ്പ എന്ന് വിളിക്കുന്നവനും യാതൊരു നാണവും മാനവുമില്ലാത്തവനും സീറ്റിനു വേണ്ടി പാർട്ടി മാറുകയും മത്സരിക്കുകയും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ചക്കരപ്പെണ്ണിന് ഒരു സ്ഥാനാർത്ഥിയായിക്കൂടാ? PCയെയും ഗണേശനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഭേദമാണ് ഈ ചക്കരപ്പെണ്ണ്. ഏതായാലും ഇവന്മാരുടെ അത്രയും ദ്രോഹം ജനങ്ങൾക്ക് ചെയ്യില്ല എന്നുറപ്പാണ്. ചക്കരപ്പെണ്ണിന് ഇവരെക്കാൾ കാര്യപ്രാപ്തി ഉണ്ട് താനും. അതുകൊണ്ട് പത്തനംതിട്ടക്കാർ PC എന്ന പരമ മോന് വോട്ട് ചെയ്യുന്നതിന് പകരം ചക്കരപ്പെണ്ണിന് വോട്ട് ചെയ്യും എന്ന് കരുതിയാണ് ഇത്തവണ പത്തനംതിട്ട വികസന സമിതിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചക്കരപ്പെണ്ണ് മത്സരിക്കുന്നത് എന്നാണ് വിവരം. ചിഹ്നം ചോദിക്കാൻ പോകുന്നത് കദിന. PCയെ BJPയിൽ എടുത്തതിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തന്നെ മുട്ടൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. CV ആനന്ദബോസ് വഴിയാണ് PCയുടെ BJP പ്രവേശനം യാഥാർത്ഥ്യമായത്. ഈ പിടുമരണത്തെ BJPയിൽ വലിച്ചു കയറ്റിയതിൽ കണിച്ചുകുളങ്ങര സഹോദരങ്ങൾക്ക് വളരെയേറെ അമർഷമുണ്ട്. ഇവർ PCയെയും മകനെയും നിലംതൊടിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ പണികളും ഒപ്പിക്കുന്നുണ്ട്. PC വന്നാൽ സംഘടനയ്ക്ക് ദോഷമുണ്ടാകും എന്ന് പറഞ്ഞ ഗണേഷിനെ സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ മാറ്റിയിരുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ടയിൽ PCയെ നിർത്തിയാൽ ഉദ്ദേശിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടില്ല എന്ന് ഒരു ദേശീയ ഏജൻസി നടത്തിയ സർവേയിൽ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല കളങ്കിതനായ PCയെ പോലൊരു വ്യക്തിയെ പാർട്ടിയിലെടുത്തതിൽ നല്ലൊരു വിഭാഗം ഹൈന്ദവ വിശ്വാസികൾക്കും ഉള്ളിൽ കനത്ത അമർഷമുണ്ട്. അവർ യാതൊരു കാരണവശാലും ഈ നിലപാടില്ലാത്തവന് വോട്ട് ചെയ്യില്ല എന്നും ഏജൻസിയുടെ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. BJPക്കാരായ വിശ്വാസികളിൽ നല്ലൊരു പങ്കും പത്തനംതിട്ടയിൽ K സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനോ സ്ഥാനാർത്ഥിയായി വരുവാൻ ഇത്തവണ ആഗ്രഹിക്കുന്നു എന്നും ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും അനുകൂല സാഹചര്യമുള്ള മണ്ഡലത്തിൽ ആർക്കും വേണ്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലോ ഹിന്ദുക്കളുടെ ഇടയിലോ എന്തിന് മനുഷ്യഗണത്തിൽ പോലും പെടുത്തുവാൻ പറ്റാത്ത അപ്പനെയും മകനെയും നിർത്തി ഉള്ള സാധ്യത കളയരുതെന്നാണ് അവരുടെ നിലപാട്. PCക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പാർട്ടി ആഫീസിൽ തൂപ്പുകാരനായി നിൽക്കാൻ പറഞ്ഞാൽ അതിനും തയ്യാറാണെന്നാണ് PC പറഞ്ഞത്. അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ PCക്ക് ഒന്നും പറയാൻ സാധ്യമല്ല. മാത്രമല്ല PCക്ക് ഇനി ഈ ജന്മത്തിൽ ഒരു പോക്കടവുമില്ലാത്തതിനാൽ പട്ടി കിടക്കുന്ന പോലെ അനുസരണയോടെ കിടന്നോളും എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കം പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ പിടിക്കാനുള്ള ഇരകളായി എടുത്തതെല്ലാം വെറും പാഷാണത്തിൽ കൃമികളും നാടവിരകളുമായി പോയി എന്നതാണ് നിലവിലെ അവസ്ഥ. PCയുടെയും ചെക്കൻ്റെയും അവസ്ഥ ഇങ്ങനെയായി. റാന്നിയിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത പെണ്ണുപിടിയൻ റംബൂട്ടാൻ പാതിരി അന്ന് മുങ്ങിയ മുങ്ങലാണ്. പിന്നെ പാതിരിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെയുള്ളത് അന്തപ്പൻ്റെ മന്തപ്പൻ. വാ തുറന്നാൽ മണ്ടത്തരം പറയും എന്നതിനാൽ കേരളത്തിലേക്ക് കാലുകുത്തിക്കാറില്ല. പിന്നെ ആകെയുള്ളത് ഒരു സുരേഷ് ഗോപിയാണ്. മകളുടെ കല്യാണം കഴിഞ്ഞതോടെ ഗോപിച്ചേട്ടന് പഴയ ആ ഉഷാറൊന്നുമില്ല. എന്തിനോ എന്തോ. പത്തനംതിട്ടയിൽ ഇത്തവണ PC നിന്നാൽ ചക്കരമോൾ നല്ല ചക്കരപ്പാനി കാച്ചി അപ്പൻ്റെയും മകൻ്റെയും മുകളിൽ തട്ടും. അത് കാണുന്ന ജനങ്ങൾക്കൊരു തമാശയാകുകയും ചെയ്യും. എന്താണ് ചക്കരപ്പെണ്ണെ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്? ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സർ ചെന്നൈയില്. അത് ഈ രാത്രി തിരിച്ചു വന്നു. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം വന്നാൽ മതി, നമുക്ക് കാണാം. നമുക്ക് നമ്മളെ ഈ ഞാനേ 9:30 മണി വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? അതെ. അല്ലെങ്കിൽ ഞാൻ ഒരു 10:30 ആകുമ്പോൾ തിരിച്ചു വരും. അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ? അപ്പൊ സാർ കുറിച്ചിട്ട് ഫ്രീ ആവുമല്ലോ? അല്ല വേണം, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. വരുമ്പോ വിളിച്ചാൽ സാർ. ഇന്നിവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. വേറെ ആരുണ്ട്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വരാം. ഞാൻ മലയങ്കിലാണ്. ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് വരാം സാർ. അതല്ലേ നല്ലത്. മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ. ഞാൻ വരാം സാർ. ഓക്കെ. ഈ മൂന്നാമത്തെ നിലയിൽ 404 എന്റെ മുറി. ഓക്കെ, മൂന്നാമത്തെ നിലയിൽ 404. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.